നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ക്രോണിക് കിഡ്നി ഡിസീസിനെക്കുറിച്ചാണ്, അഥവാ CKD. നമുക്ക് ഈ വിഷയത്തിലേക്ക് ഒന്ന് ആഴത്തിലിറങ്ങിച്ചെല്ലാം. ഒന്നാലോചിച്ചു നോക്കൂ, നമ്മുടെ ശരീരത്തിലെ മാലിന്യങ്ങളെല്ലാം അരിച്ചു പുറന്തള്ളുന്ന ഈ അവയവങ്ങൾ, രാവും പകലും ഒരു വിശ്രമവുമില്ലാതെ പണിയെടുക്കുന്ന നമ്മുടെ കിഡ്നികൾ, അവയുടെ പ്രവർത്തനം പതിയെ നിലച്ചാൽ എന്ത് സംഭവിക്കും? ഇതിന്റെ ഏറ്റവും പേടിപ്പെടുത്തുന്ന ഒരു വശം എന്താണെന്നറിയോ? ഇതൊരു നിശ്ശബ്ദനായ വില്ലനാണ്. അതായത്, രോഗം ഏറ്റവും അവസാന സ്റ്റേജിൽ എത്തുന്നതുവരെ പലപ്പോഴും കാര്യമായ ലക്ഷണങ്ങളൊന്നും കാണിക്കില്ല. അതുകൊണ്ടുതന്നെ ഇതിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഈ ക്രോണിക് കിഡ്നി ഡിസീസ് എന്ന് പറയുന്നത് വെറുമൊരു അസുഖമല്ല, ഇതൊരു ആഗോളതലത്തിലുള്ള ആരോഗ്യ പ്രശ്നമാണ്. അപ്പോ എന്താണ് ഈ ക്രോണിക് കിഡ്നി ഡിസീസ്? വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, നമ്മുടെ വൃക്കകളുടെ ഘടനയിലോ പ്രവർത്തനത്തിലോ എന്തെങ്കിലും തകരാറുകൾ ഉണ്ടാവുകയും അത് 3 മാസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മളതിനെ CKD എന്ന് വിളിക്കുന്നത്. ഇത് നമ്മുടെ ആരോഗ്യത്തെ പലതരത്തിൽ ബാധിക്കും. അപ്പോ കാര്യമായ ലക്ഷണങ്ങളൊന്നും തുടക്കത്തിൽ കാണിക്കാത്ത ഈ അസുഖം ഡോക്ടർമാർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമുക്കതിന്റെ രോഗനിർണയത്തെക്കുറിച്ച് നോക്കാം. പ്രധാനമായും 2 ടെസ്റ്റുകളാണ് ഇതിനുള്ളത്: EGFR-ഉം ACR-ഉം. നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിന് ഇങ്ങനെ ചിന്തിക്കാം. EGFR എന്ന് പറയുന്നത് നിങ്ങളുടെ കിഡ്നിയുടെ പെർഫോമൻസ് സ്കോറാണ്. അതായത്, അത് എത്രത്തോളം നന്നായി രക്തം ശുദ്ധീകരിക്കുന്നു എന്നതിന്റെ ഒരു അളവ്. ഇനി ACR എന്താണെന്ന് വെച്ചാൽ, അതൊരു ലീക്ക് ഡിറ്റക്ടർ പോലെയാണ്. മൂത്രത്തിലൂടെ പ്രോട്ടീൻ നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ഇത് കണ്ടെത്തും. അങ്ങനെ ഒരു ലീക്ക് ഉണ്ടെങ്കിൽ അത് കിഡ്നിക്ക് തകരാറുണ്ട് എന്നതിന്റെ ഒരു പ്രധാന സൂചനയാണ്. ഒരു വ്യക്തിക്ക് CKD ഉണ്ടെന്ന് എപ്പോഴാണ് സ്ഥിരീകരിക്കുന്നത്? അയാളുടെ EGF സ്കോർ 60-ൽ താഴെയാവുകയോ അല്ലെങ്കിൽ ACR 30-ൽ കൂടുതലാവുകയോ ചെയ്യണം. അത് മാത്രമല്ല, ഈ അവസ്ഥ 3 മാസത്തിൽ കൂടുതൽ കാലം തുടർച്ചയായി നിലനിൽക്കുകയും വേണം. ആ ഒരു സമയപരിധി ഇവിടെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ 2 സ്കോറുകളും കിട്ടിക്കഴിഞ്ഞാൽ ഡോക്ടർമാർ ഇതുപോലൊരു ചാർട്ട് ഉപയോഗിക്കും. ഇത് രോഗിയുടെ ഭാവിയെക്കുറിച്ചുള്ള ഒരു റിസ്ക് മാപ്പ് പോലെയാണ്. ഈ സ്കോറുകൾ വെച്ച് രോഗം മുന്നോട്ടു പോകുന്തോറും എത്രത്തോളം വഷളാവാൻ സാധ്യതയുണ്ടെന്ന് കണ്ടെത്താൻ പറ്റും. പച്ചനിറം കാണിക്കുന്നത് കുറഞ്ഞ അപകടസാധ്യതയാണ്. ചുവപ്പിലേക്ക് പോകുന്തോറും റിസ്ക് കൂടുന്നു. ചികിത്സ എങ്ങനെ വേണമെന്ന് തീരുമാനിക്കാൻ ഇത് ഡോക്ടർമാരെ ഒരുപാട് സഹായിക്കും. ഓക്കെ, ഇനി നമുക്ക് ഈ രോഗം എങ്ങനെയാണ് ഘട്ടം ഘട്ടമായി മുന്നോട്ടു പോകുന്നതെന്ന് നോക്കാം. ഇതിനെ പ്രധാനമായി 5 സ്റ്റേജുകളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ CKDയുടെ ഓരോ ഘട്ടം കഴിയുന്തോറും അതിന്റെ ആഘാതം കൂടിവരും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആദ്യത്തെ ഘട്ടങ്ങളിലൊന്നും സാധാരണയായി കാര്യമായ ലക്ഷണങ്ങൾ ഉണ്ടാകില്ല എന്നതാണ്. രോഗം മൂർച്ഛിച്ച് അവസാന സ്റ്റേജുകളിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് ലക്ഷണങ്ങൾ പുറത്തുവന്നു തുടങ്ങുന്നത്. ഈ 5 ഘട്ടങ്ങളും തീരുമാനിക്കുന്നത് GFR സ്കോറിനെ അടിസ്ഥാനമാക്കിയാണ്. നോക്കൂ, സ്റ്റേജ് 1-ൽ GFR 90-ന് മുകളിലായിരിക്കും, അതായത് നോർമൽ ലെവലില്. പക്ഷേ കിഡ്നിക്ക് മറ്റു ചില തകരാറുകൾ ഉണ്ടാകാം. സ്റ്റേജ് 2-ൽ ഇത് 60-നും 89-നും ഇടയിലാകും. അങ്ങനെ കുറഞ്ഞു സ്റ്റേജ് 5 എത്തുമ്പോൾ GFR 15-ൽ താഴെയാകും. ഇതാണ് നമ്മൾ കിഡ്നി ഫെയിലിയർ എന്ന് പറയുന്ന അവസ്ഥ. അതായത്, വൃക്കകളുടെ പ്രവർത്തനം ഏതാണ്ട് പൂർണ്ണമായും നിലച്ചു എന്ന് പറയാം. ഇവിടെ നമ്മളെ ഞെട്ടിക്കുന്ന ഒരു കാര്യമുണ്ട്. സാധാരണയായി കിഡ്നിയുടെ പ്രവർത്തനം അറിയാൻ നമ്മൾ ക്രിയാറ്റിൻ ലെവൽ നോക്കാറുണ്ടല്ലേ? എന്നാൽ സത്യം എന്താണെന്ന് വെച്ചാൽ, കിഡ്നിയുടെ പ്രവർത്തനത്തിന്റെ 50% നഷ്ടപ്പെടുന്നതുവരെ ഈ ക്രിയാറ്റിൻ ലെവൽ ചിലപ്പോൾ നോർമലായിട്ട് തന്നെ കാണിച്ചേക്കാം. ഇതുകൊണ്ടാണ് തുടക്കത്തിലെ രോഗം കണ്ടുപിടിക്കാൻ കൃത്യമായ ടെസ്റ്റുകൾ തന്നെ വേണമെന്ന് പറയുന്നത്. അപ്പോ എന്തുകൊണ്ടാണ് ഈ CKD ഇത്ര അപകടകാരിയാകുന്നത്? കിഡ്നിക്ക് പ്രശ്നം വരുമ്പോൾ അത് ശരീരത്തിലെ മറ്റു ഭാഗങ്ങളെ എങ്ങനെയാണ് ബാധിക്കുന്നത്? അതൊരു ഡോമിനോ ഇഫക്റ്റ് പോലെയാണ്. ഒരെണ്ണം വീഴുമ്പോൾ പിന്നാലെ ബാക്കിയുള്ളതെല്ലാം വീഴുന്നതുപോലെ. കിഡ്നികളുടെ പ്രവർത്തനം മോശമാകുമ്പോൾ സംഭവിക്കുന്നതെന്താണെന്ന് നോക്കൂ. ശരീരത്തിലെ ഉപ്പിന്റെയും പൊട്ടാസ്യത്തിന്റെയും അളവ് തെറ്റുന്നു, ചില ഹോർമോണുകൾ ഉണ്ടാകുന്നത് നിൽക്കുന്നു, വിറ്റാമിൻ D ശരിക്ക് പ്രവർത്തിക്കാതാകുന്നു. ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി പ്രശ്നങ്ങൾ തുടങ്ങും. ആദ്യം നമുക്ക് രക്തത്തെയും എല്ലുകളെയും ഇതെങ്ങനെ ബാധിക്കുമെന്ന് നോക്കാം. നമ്മുടെ ചുവന്ന രക്താണുക്കൾ ഉണ്ടാകാൻ സഹായിക്കുന്ന ഒരു ഹോർമോണുണ്ട്. അത് കിഡ്നിയാണ് ഉണ്ടാക്കുന്നത്. അതിന്റെ ഉൽപ്പാദനം കുറയുമ്പോൾ നമുക്ക് വിളർച്ചയും ഭയങ്കരമായ ക്ഷീണവും വരും. അതിനെയാണ് അനീമിയ എന്ന് പറയുന്നത്. അതുപോലെ വിറ്റാമിൻ Dയെ പ്രവർത്തനക്ഷമമാക്കാൻ കിഡ്നിക്ക് കഴിയാതെ വരുമ്പോൾ നമ്മുടെ എല്ലുകളുടെ ബലം കുറയും. പക്ഷേ ഏറ്റവും വലിയ അപകടം കാത്തിരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിനാണ്. ശരീരത്തിലെ അധികമുള്ള വെള്ളവും ഉപ്പും പുറന്തള്ളാൻ കിഡ്നിക്ക് കഴിയാതെ വരുമ്പോൾ ബ്ലഡ് പ്രഷർ വല്ലാതെ കൂടും,
ഇത് ഹൃദയത്തിന് താങ്ങാൻ പറ്റാത്തൊരു ഭാരമാണ്. പോരാത്തതിന് രക്തത്തിൽ പൊട്ടാഷ്യത്തിന്റെ അളവ് കൂടിയാൽ അത് ഹൃദയമിടിപ്പിന്റെ താളം വരെ തെറ്റിക്കാൻ സാധ്യതയുണ്ട്. നമ്മളെല്ലാവരും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണിത്. CKD രോഗികളിൽ മരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഹൃദയസംബന്ധമായ അസുഖങ്ങളാണ്. കിഡ്നി തകരാറിലാകുന്നത് മാത്രമല്ല, അത് ഹൃദയത്തെ ബാധിക്കുന്നതാണ് ഏറ്റവും വലിയ വില്ലൻ. ഇതുവരെ നമ്മൾ പ്രശ്നങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത്. ഇനി ഇതിനെ എങ്ങനെ നേരിടാം എന്ന് നോക്കാം. ഈ രോഗം മൂർച്ഛിക്കുന്നതെങ്ങനെ തടയാം, അല്ലെങ്കിൽ അതിന്റെ വേഗത എങ്ങനെ കുറയ്ക്കാം? ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ചികിത്സയുടെ ലക്ഷ്യം ഈ രോഗത്തെ പൂർണ്ണമായി ഭേദമാക്കുക എന്നതല്ല, മറിച്ച് കിഡ്നിയുടെ പ്രവർത്തനം നശിക്കുന്നതിന്റെ ആ വേഗത പരമാവധി കുറയ്ക്കുക എന്നതാണ്. ഈ ഗ്രാഫിൽ കാണുന്നതുപോലെ ആ താഴോട്ടുള്ള വീഴ്ചയെ കഴിയുന്നത്ര പരത്തി വൃക്കകൾക്ക് കൂടുതൽ കാലം ആയുസ് കൊടുക്കുക എന്നതാണ് ലക്ഷ്യം. ഇതിനായി പല കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യേണ്ടിവരും. ബ്ലഡ് പ്രഷർ കൃത്യമായി നിയന്ത്രിക്കണം, ശരീരത്തിൽ വെള്ളം കെട്ടിനിൽക്കുന്നത് ഒഴിവാക്കണം, വിളർച്ചയ്ക്ക് ചികിത്സിക്കണം, ഭക്ഷണത്തിലെ ഫോസ്ഫറസ് നിയന്ത്രിക്കണം. ഇതെല്ലാം പ്രധാനമാണ്. അതിലുമൊക്കെ ഉപരി രോഗിക്കും കൂടെയുള്ളവർക്കും ഈ അസുഖത്തെക്കുറിച്ച് ശരിയായൊരു ധാരണയുണ്ടാവണം. ഭക്ഷണ നിയന്ത്രണം ഇതിൽ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഉപ്പ്, അതായത് സോഡിയം, കുറയ്ക്കുന്നത് BP നിയന്ത്രിക്കാൻ സഹായിക്കും. പൊട്ടാസ്യം, അതായത് പഴങ്ങളിലും പച്ചക്കറികളിലുമൊക്കെ ഒരുപാടുള്ള പൊട്ടാസ്യം, അത് നിയന്ത്രിക്കുന്നത് ഹൃദയത്തെ സംരക്ഷിക്കാൻ അത്യാവശ്യമാണ്. അതുപോലെ ഫോസ്ഫറസും പ്രോട്ടീനും കുറയ്ക്കുന്നത് കിഡ്നിയുടെ ജോലിഭാരം കുറയ്ക്കാൻ സഹായിക്കും. അപ്പോ ഈ യാത്രയുടെ അവസാനഘട്ടം എന്താണ്? അതാണ് എൻഡ് സ്റ്റേജ് റീനൽ ഡിസീസ് അല്ലെങ്കിൽ ESRD, അതായത് കിഡ്നികളുടെ പ്രവർത്തനം പൂർണ്ണമായും നിലക്കുന്നൊരവസ്ഥ. എപ്പോഴാണ് ഒരു രോഗിക്ക് ഡയാലിസിസ് വേണ്ടിവരുന്നത്? അതിന് ഡോക്ടർമാർ AIOU എന്നൊരു കോഡ് ഉപയോഗിക്കാറുണ്ട്. അതായത് ശരീരത്തിൽ ആസിഡിന്റെ അളവ് അപകടകരമായി കൂടുമ്പോൾ, പൊട്ടാസ്യം പോലുള്ള ഇലക്ട്രോലൈറ്റുകൾ നിയന്ത്രിക്കാൻ പറ്റാതെ വരുമ്പോൾ, വിഷവസ്തുക്കൾ ശരീരത്തിൽ അടിഞ്ഞുകൂടുമ്പോൾ, മരുന്നുകൾ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റാതെ നീർക്കെട്ടുണ്ടാവുമ്പോൾ, പിന്നെ യുറീമിയയുടെ ഗുരുതരമായ ലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ. ഈ സാഹചര്യങ്ങളിലാണ് ഡയാലിസിസ് ഒരു ജീവൻ രക്ഷാ മാർഗമായി മാറുന്നത്. അപ്പോ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് സംസാരിച്ചു. ഈ വൃക്കരോഗം ഇത്രയധികം ഗുരുതരമാകുന്നതുവരെ യാതൊരു ലക്ഷണവും കാണിക്കാതെ നിശ്ശബ്ദമായി നമ്മളുടെ ഉള്ളിലിരിക്കാമെന്നത് ഒരു വലിയ പാഠമാണ്. അപ്പോ നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാവുന്നൊരു ചോദ്യമുണ്ട്. നമ്മുടെ ആരോഗ്യത്തിനു വേണ്ടി, നമ്മുടെ കിഡ്നികളുടെ ആരോഗ്യത്തിനു വേണ്ടി ഇന്ന് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഈ ചോദ്യത്തോടെ ഞാനിവിടെ നിർത്തുന്നു. നന്ദി.